ഹായ് ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. യഗ്നി പുലാവ് എന്നാണ് ഈ റൈസിൻ്റെ പേര്. വീഡിയോ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കാൻ 1 കിലോ ബീഫ് വലിയ പീസാക്കിയാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം. ഇനി ഇതിലോട്ട് 1 സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. 1 സവാള, 4 പച്ചമുളക്, പിന്നെ മുഴുവനായിട്ടൊരു വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ മുഴുവനായിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകി വേണം ഇട്ട് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം വീത്തി കൊടുക്കണം. ബീഫ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വീത്തണം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം വീത്തി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. കറക്റ്റ് 8 വിസിലാട്ടോ കേൾപ്പിച്ചെടുക്കുന്നത് ബീഫ് വേവാൻ. ബീഫ് വേവിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എത്ര വിസിൽ കേൾപ്പിച്ചാലാണ് ഇത് വെന്ത് വരുന്നതെന്ന്. അപ്പം അത്രയും വിസിൽ കേൾപ്പിക്കുക. ഈ റൈസ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ ബസുമതി റൈസ് ആട്ടോ എടുത്തത്. പുലാവ് തയ്യാറാക്കാനുള്ള വലിയൊരു പോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുത്താലും മതി. 2 വലിയ ഉള്ളി കട്ടാക്കി എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ തീ ഓഫ് ആക്കിയിട്ട് ഇതിലോട്ട് ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ക്യുമിൻ സീഡ് ഇല്ലേ, ചെറിയ ജീരകം, അപ്പം അതെല്ലാം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 7 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. തീ ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ ഒരു ടൈമിൽ വേവിച്ച് വെച്ച ബീഫ് വെള്ളം മാറ്റിയിട്ട് ബീഫും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ബീഫ് ഫ്രൈ ആക്കി എടുക്കുക. ജസ്റ്റ് ബീഫ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിലോട്ട് 1/4 കപ്പ് തൈര് ഒഴിക്കുക. പുളിയുള്ളതായാലും പുളിയില്ലാത്തതായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലോട്ട് 5-6 പച്ചമുളക് ഇടാം. പിന്നെ ഇതിലോട്ട് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയില്ലേ, അപ്പോൾ അതിൽ നിന്ന് പകുതി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കാം. ബീഫ് വേവിച്ച വെള്ളയില്ലേ, അപ്പോൾ അത് അരിച്ചിട്ട് അപ്പോൾ ഇതിലോട്ട് ചേർക്കാം. ടോട്ടലി 1.5 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. റൈസ് എത്രയാണോ അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ബീഫിൻ്റെ വെള്ളവും അതുകൂടാതെ ബാക്കി റൈസ് വേവാനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്യണം. പിന്നെ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലോട്ട് വീത്തി കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളത്തിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അരി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പം കഴുകി ഊറ്റി വെച്ച അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് വെള്ളം വറ്റുന്ന ടൈം ആകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. ഫ്രൈ ആക്കി വെച്ച ബാക്കി ഉള്ളിയില്ലേ, അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ബബിൾസ് ഒക്കെ വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-20 മിനിറ്റ് കുക്കാക്കി എടുക്കാം. ഇതാ നമ്മുടെ ബീഫ് യഗ്നി പുലാവ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വെള്ളത്തിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം ചേർക്കാൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.